നമസ്കാരം ചങ്ങായിമാരെ, ഞാൻ മസ്കത്തിൽ നിന്ന് അബ്ദുള്ളക്കുട്ടിയാണ്. ഞാനിപ്പം വീഡിയോ വന്നത് 2-3 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ വിട്ടായിരുന്നു. ഇത് എൻ്റെ പുതിയ ഇതാണ്, ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് ഈ വീഡിയോയിൽ. ഞാൻ 3 ദിവസപ്പം ഒരു വീഡിയോ വിട്ടായിരുന്നു. ആ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സമയം എളുപ്പം വിൽക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം നിർത്തേണ്ട വന്നുപോയി. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല എന്താണ് അത് സംഭവം. അത് ഒരു മരത്തിൻ്റെ മേലെ നമ്മൾ വളർത്തിയ ഈ കോയക്കാൻ പറഞ്ഞ ഒരു മരമാണ്. മര ഇതാണ് വലിയ ചെടി. അത് മരത്തിൻ്റെ മേലെ കയറിപ്പോയതിൻ്റെ ദൃശ്യമാണ് അന്ന് നിങ്ങൾക്ക് വിട്ടത്. അതിൻ്റെ ബാക്കി ഇപ്പം ഞാൻ നിങ്ങൾക്ക് വിട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പേ ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തുക. ഞാൻ അബ്ദുള്ളക്കുട്ടി, കണ്ണൂർ. ഞാനിപ്പോൾ മസ്കത്തിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. മസ്കത്തിൽ ഫർണിച്ചർ പരിപാടിയാണ്. ഞാൻ അവിടെ 17 വർഷമായി. പാതി ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് അവരുടെ കമ്പനിയാണ് പണിയെടുക്കുന്നത്. നമ്മുടെ കമ്പനിയിൽ 10-75 ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ സംസാരത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സംസാരം എന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം സംസാരിക്കാൻ ചില വാക്കുകൾ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ നാവിന് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടും പക്ഷേ ആ സംസാരം ക്ലിയറായിട്ട് വന്നിട്ടില്ല. ആദ്യം ചെറുങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം സംസാരം കുറച്ച് മനസ്സിലാകാൻ തുടങ്ങി. ചെറുങ്ങനെ ആദ്യം തീരെ മനസ്സിലായിട്ടില്ല. അപ്പം എന്ന് വെച്ചാൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു തന്നത് നമ്മൾ ഫർണിച്ചർ പരിപാടിയാണ്. ഫർണിച്ചറിൻ്റെ പണിയാണ്. ഈ 8 മണിക്കൂർ പണി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ റൂമിൻ്റെ മുന്നിൽ ആയുർവേദമായിട്ട് കുറച്ച് കൃഷിപ്പണിയായിട്ട് മറ്റുണ്ടാക്കിയ കുറച്ച് ഇതാണ്. അത് അതിൻ്റെ ചെറിയൊരു ദൃശ്യമാണ് നിങ്ങൾക്കിപ്പം ഞാൻ വിഷയാൻ വേണ്ടി പോകുന്നത്. ഇപ്പം വിഷയം എന്നാൽ ചങ്ങായിമാരെ നിങ്ങൾക്ക് കണ്ടോ ഇതാണ് കോയക്കാൻ വന്ന സാധനം. പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഈ സാധനത്തെ പറ്റിയിട്ട് ഒരു ഒരുപാടുണ്ടാവില്ല. ഈ കോയക്കാൻ വന്ന സാധനം സാധനം കുഴക്കാൻ വന്ന സാധനം കുഴക്കാൻ വന്ന സാധനം ഇതാണ്. പക്ഷേ ഈ നാട്ടിൽ നമ്മൾ നിസ്സാര പൈസ വരും. പക്ഷേ ഇവിടെയാണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ ഏകദേശം 320-330 ഉറുപ്പ്യ കഴിയുമ്പോഴ ഇത് റൂമിൻ്റെ മേലെ ഇതിൻ്റെ മരത്തിൻ്റെ മേലെ കയറിപ്പോയ ദൃശ്യമാണ് ഞാൻ ഒരു 3 ദിവസം അപ്പോൾ ഞാൻ ഫോട്ടോ വിട്ടത്. പക്ഷേ ഇതൊന്നുമില്ല, നമ്മളിപ്പം ഇതിനകത്ത് അടിപൊളിയായിട്ട് നമ്മൾ കേരളത്തിലെ ദൈവത്തിൻ്റെ സ്വന്തം നാടുകളെന്നില്ലേ അതേ സ്റ്റൈലിൽ തന്നെ നമ്മൾ ഓരോ കൃഷിയും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഇതിനകത്ത് അടിപൊളി ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. സംഭവം മനസ്സിലായ ഇതാണ് കുഴക്ക. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര സംഭവം നല്ലതാണ്. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര സംഭവമാണ്. ഈ എന്താ പറയുമ്പോൾ ഈ മരുഭൂമിയിൽ നമ്മൾ ഓരോ ഇത് നട്ടുണ്ടാക്കുന്നത് നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. ഇതെന്ത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കും, എന്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. ഇതിനകത്ത് അടിപൊളിയായിട്ട് അടുത്ത ട്രിപ്പ് വരാം. അടുത്ത അടിപൊളി ട്രിപ്പ് ഓക്കെ.